ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അയ്യിൻ അസ്മാഅൽ ഫാഇലീന വൽ മഫ്ഊലീന ഫീ ജുമലിൽ ആതിയത്തി. തുടർന്നു വരുന്നതായ വാചകങ്ങളിൽ ഇസ്മുൽ ഫാഇലുകളെയും ഇസ്മുൽ മഫ്ഊലുകളെയും നീ നിർണയിക്കണം, സ്പെസിഫൈ ചെയ്യണം. അതായത് കുറെ ഇതിൽ വാചകങ്ങൾ കൊടുത്തിട്ടില്ലേ അതില്. എന്നിട്ട് എന്ത് ചെയ്യണം? വദ്കുർ, എന്നിട്ട് നീ സ്മരിക്കണം അല്ലെങ്കിൽ നീ പറയണം. അസ്ല കുല്ല വാഹിദിൻ മിൻഹ, അതിൽ ഓരോന്നിന്റെയും അസ്ല് പറയണം. വൽ ഫിഅലല്ലദി ഉഷ്തുഖ മിൻഹു, ഏത് ക്രിയയിൽ നിന്നാണോ അത് ഉരുത്തിരിഞ്ഞത് അത് പറയണം. വനൗഅ ഹാദൽ ഫിഅലി, ആ ക്രിയയുടെ ഇനവും പറയണം. നാഫിസയായി ആണോ അജ്വഫ് ആണോ അതാണെന്ന് പറയണം. ഒന്നാമത്തേത് അബി ഖാലിൻ, എന്റെ ഉപ്പ ഒരു ന്യായാധിപനാകുന്നു. മൈ ഫാദർ ഈസ് എ ജഡ്ജ്, എന്റെ ഉപ്പ ഒരു ന്യായാധിപനാകുന്നു. ഇത് ജുംലത്തുൽ ഇസ്മിയാണ് അല്ലെ. അബി എന്നത് മുബ്തദഅ മർഫൂഉൻ അലാമത്തു റഫ്ഇഹി അദ്ദമ്മത്തുൽ മുഖദ്ദറത്തു അലാ മാ ഖബ്ല യാഇൽ മുത്തകല്ലിമി അല്ലെ. വഹുവ മുളാഫ്. യാ മുത്തകല്ലിം ضمير متصل مبني على السكون في محل جر مضاف إليه. قال خبر مرفوع علامة رفعه الضمة المقدرة على الياء المخذوفة له. قالي എന്നായിരുന്നു മൻഹൂസായത് കൊണ്ട് അവിടെ യാഇനെ കളഞ്ഞു അല്ലെ. എന്നിട്ട് ഇവളായിട്ട് തൻവീൻ ഇവള് കൊടുത്തിരിക്കണം. ഖാലിൻ ഓർമ്മ ഉണ്ടാകുമെന്ന് വിചാരിക്കണം. ഖാലിയുൻ എന്നായിരുന്നു അല്ലെ. അപ്പൊ നക്കിറ ആകുമ്പോ മൻസൂബ് ആകുമ്പോ മാത്രമേ ആ യാത് തിരിച്ചു വരുള്ളൂ, അല്ലെങ്കിൽ അത് കളയപ്പെടും. എന്നിട്ട് തൻവീൻ കൊടുക്കും. അതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ അല്ലെ. ഇതിലെ ഇസ്മു ഫായിലുകളെയും ഇസ്മു മഫ്ഊലിനെയും കണ്ടുപിടിക്കണം. ഖാലിൻ എന്നത് എന്താണ്? ഇസ്മു ഫായിലാണ് അല്ലെ. അപ്പൊ നമ്മൾ അത് എഴുതണം, അൽ ഇസ്മുൽ ഫായിൽ എന്ന് എഴുതണം. ഖാലിൻ എന്നുള്ളടത്ത് ഇസ്മു ഫായിൽ. അപ്പൊ ഏത് ക്രിയയിൽ നിന്നാണ് ഖാലിൻ എന്ന് വന്നത്? ഖലാ അല്ലെ. ഖലാ വിധിച്ചു, ഖാഫ് ളാദ് പിന്നെ അലിഫ് മക്സൂറ ഖലാ. അതിൽ നിന്ന് ഉണ്ടായ ഖാലിയുൻ ആണ് അതിന്റെ അസ്ല് പറയാൻ പറഞ്ഞിട്ടില്ലേ. അതിന്റെ അസ്ല് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഖാലിയുൻ ആണ് അതിന്റെ അസ്ല് കേട്ടാ. അത് ഖാലിനായി തീർന്നതാണ്. ഖാലിയുൻ ഖളയാണ് അതിന്റെ ഫിഅല്. ഖളാ യഖ്ളി. അതിന്റെ ഇസ്മു ഫായില് ഖാലിൻ. അതിന്റെ അസ്ല് എന്താണ്? ഖാലിയുൻ. ഇനി അത് ഏതിലാ വരിക? ഖാലിയുൻ എന്ന് പറയുമ്പോ നാഖിസ് ഖളാ യഖ്ളി അല്ലേ. നാഖിസുൽ യാഇ ആണ് കേട്ടാ. നാഖിസുൽ യാഇ ഖളാ. നാഖിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇല്ലത്തിന്റെ അക്ഷരം അവസാനം വരുന്നതാണ് നാഖിസ്. ഖാലിയുൻ. ഖളാ എന്ന് പറയുമ്പോ ഇല്ലത്തിന്റെ അക്ഷരം അവസാനം വന്നു. അവിടെ ഏത് അക്ഷര വന്നത്? ഖളാ എന്ന് പറയുമ്പോ അലിഫാണ് വന്നത്. അപ്പൊ അലിഫ് മക്സൂറയാണ്. അലിഫിന്റെ അസ്ല് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? യഖ്ളി മുളാരിയിലേക്ക് കൊണ്ടുപോയപ്പോൾ നമുക്ക് മനസ്സിലായി അവിടെ ലാം കലിമ യാ ആണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് അത് നാഖിസുൽ യാഇ എന്ന് വിളിക്കുന്നത്. അസ്ല് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? അതിന്റെ ഒറിജിൻ എങ്ങനെയാണ്? ഖാലിയുൻ ആണ് അതിന്റെ അസ്ല്. നമ്മൾ അസ്ല് ഇപ്പുറത്തൊക്കെ നോക്കിയേ. നമ്മൾ മുൻപത്തെ അതിന്റെ അസ്ല് എന്താണ്? പിന്നീട് അത് കളയപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അസ്ല് പഠിച്ചില്ലേ. അസ്ലുഹു എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ മുൻപുള്ളതിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് അസ്ല് കേട്ടോ. ഖാലിയുൻ ആണ് അസ്ല്. അത് പിന്നെ പറയേണ്ടത് കണ്ടോ, അതിൽ മുകളിൽ ഒരു പാറ്റേൺ കൊടുത്തിട്ടില്ലേ, ഇസ്മുൽ ഫാഇലി. അവിടെ നമ്മൾ ഖാലിൻ എഴുതുക. ഓക്കെ. പിന്നെ അൽ ഫിഅലുല്ലദി ഉഷ്തുഖ മിൻഹു, അവിടെയാണ് ഖളാ കൊടുക്കേണ്ടത്. നൗഉൽ ഫിഅലിൽ കൊടുക്കേണ്ടതാണ് നാഖിസുൽ യാഇ. അതിന്റെ ഇടയിൽ ഒരു കാര്യം കൂടി പറഞ്ഞു, അസ്ല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അസ്ല് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒറിജിൻ എന്താണ്? അതിന്റെ യഥാർത്ഥത്തിൽ ഖാലിയുൻ എന്നാണ് അതിന്റെ ഒറിജിൻ. അപ്പൊ അതും കൂടി അസ്ലും കൂടിയിട്ട് പറയണം കേട്ടോ. മാ അജ്മല ഹാദൽ ബൈത്തൽ മബനിയ ബിൽ ഹജരി. അവിടെ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കണ്ടില്ലേ. അതുകൊണ്ട് തന്നെ ഇത് തഅജ്ജുബിയാണ് കേട്ടാ. ഒരു ഫിഅലു തഅജ്ജുബി എന്നാണ്. ഒരു ജുംല, ഒരു ആശ്ചര്യത്തിന്റെ ജുംലയാണ് കേട്ടാ. അപ്പൊ ഈ മാ കാണുമ്പോ നമ്മൾ എന്ത് വിചാരിക്കരുത്? ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കരുത്. മീനിങ് ഹൗ ബ്യൂട്ടിഫുൾ ഹൗസ് ബിൽറ്റ് വിത്ത് എ സ്റ്റോൺ. വിത്ത് ദ സ്റ്റോൺ കേട്ടാ. വിത്ത് ദ സ്റ്റോൺ, കല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈ വീട് എന്ത് ഭംഗിയുള്ളതാണ്, അല്ലെങ്കിൽ എത്ര ഭംഗിയുള്ളതാണ്, എന്ത് ഭംഗിയുള്ളതാണ്. ഒരു ആശ്ചര്യമാണ് കേട്ടാ. ഇപ്പൊ ഇവിടെ മാ എന്നത് മുബ്തദഅയാണ്. മാ ഇസ്മുൽ ഇസ്തിഫ്ഹാം തഅജ്ജുബിയാണ് അല്ലെ. അപ്പൊ അത്
മബനിയുൻ അല സുക്കൂനി ഫി മഹല്ലി റഫ്ഇൻ മുബ്തദ. അത് മുബ്തദയാണ് കേട്ടാ. അജ്മല എന്നത് ഫിഅല് മാളിയാണ്, മബനിയുൻ അലൽ ഫത്തഹിയാണ്. ഫിഅലു തഅജ്ജുബ് കൂടിയാണ്. അത് ഹുവയാണ് അല്ലേ? ഫായില് ഹുവ. ശരി. ഹാദ എന്നുള്ളത് ഇസ്മുൽ ഇഷാറ മബനിയുൻ അല സുക്കൂനി ഫി മഹല്ലി നസ്ബിൻ മഫ്ഊലുൻ ബിഹി. അൽ ബൈത്ത ബദൽ അല്ലേ? അൽ ബൈത്ത ബദലുൻ മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ ഫതഹത്തു ളാഹിറ. അൽ മബനിയ നഅത്ത് അൽ ബൈത്ത അതെ നഅത്തുൻ മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ ഫതഹത്തു ളാഹിറ. അൽ ബാഉ ഹർഫു ജറിൻ മബനിയുൻ അലൽ കസ്രി ഇസ്മുൻ മജ്റൂറുൻ അലാമത്തു ജരിഹി അൽ കസ്റത്തു ളാഹിറ. പിന്നെ അതിനെ അലാമത്തു തഅജ്ജുബ് എന്നാണ് പറയട്ടെ. അലാമത്തു തഅജ്ജുബ് എക്സ്ക്ലമേഷൻ മാർക്ക്. ഈ ജുംല മൊത്തം എന്തായിരുന്നു? ഫി മഹല്ലി റഫ്ഇൻ ഖബർ ട്ടാ. ഈ മാ എന്ന മുബ്തദന്റെ ഖബറാണ് ഈ ജുംല. ഇസ്മു ഫായിലിനെ ഇസ്മു മഫൂൽ ഏതാ? അൽ മബനിയ അല്ലെ? ഇസ്മു ഫായിൽ ഇല്ല, ഇസ്മു മഫൂൽ അല്ലെ? അൽ മബനിയ എന്നുള്ളത് അതിന്റെ അൽ മബനിയ ഇസ്മു മഫ്ഊലാണ് കേട്ടോ അത്. ഓക്കെ, അപ്പോൾ നമ്മളത് കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ മജ്ഹൂലാണ് കണ്ടുപിടിക്കുന്നത്. അൽ മബനിയ ഇപ്പുറത്തെ പേജിലുണ്ട് കേട്ടോ അത് മബനിയ. അപ്പൊ എങ്ങനെ പറയാം? ബന യബ്നി ബുനിയ. ബുനിയയിൽ നിന്നാണ് മബനിയുൻ എന്നുണ്ടായത്. ബുനിയ ബുനിയ മജ്ഹൂല്. ഇനി അതിന്റെ മബനിയുന്റെ അസ്ലാണ് മബനൂയുൻ. മബനൂയുൻ അതിന്റെ മുന്നത്തെ പേജിലുണ്ട് കേട്ടോ അത് മബനൂയുൻ. ഇനി എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളത്? നൗഉൽ ഫിഅലി ബന. അപ്പോ ഏതായിരുന്നു? ഇല്ലത്തിന്റെ അക്ഷരം അവസാനമാണ് വന്നിരിക്കുന്നത്. നാഖിസ് ആണ് അല്ലെ? ബന യബ്നി ബന യബ്നി. അപ്പൊ അത് എന്തായിരുന്നു? ഫിഅലുൻ നാഖിസുൽ യാഇ അല്ലെ? യാഇ അല്ലേ? ശരി ട്ടാ. അസ്വായിമുൻ അൻത, നീ ഒരു നോമ്പുകാരൻ ആണോ? ഇവിടെ ഹംസ ഹർഫുൽ ഇസ്തിഫാം മബനിയുൻ അലൽ ഫതഹി. സ്വായിമുൻ എന്നുള്ളത് ഖബറാണ് കേട്ടാ. സ്വായിമുൻ എന്നുള്ളത് ഖബറാണ്. അൻത എന്നുള്ളത് ളമീറുൻ മുൻഫസിലുൻ മബനിയുൻ അലൽ ഫതഹി ഫി മഹല്ലി റഫ്ഇൻ മുബ്തദ. റഫ്ഇന്റെ മഹല്ലിലാണ്, അത് മുബ്തദയാണ്. അന്ത സ്വായിമുൻ, നീ ഒരു നോമ്പുകാരൻ ആകുന്നു എന്നാണ് പറയും. അപ്പൊ അന്ത എന്നുള്ളത് എന്തായാലും ഒരു ക്രമമാണ് അത് അല്ലെ? മുബ്തദ മുന്നിൽ വരിക, പിന്നെ എന്ത് ചെയ്തു? ഖബർ പിന്നിൽ വരിക എന്നുള്ളത്. ഇനി ഇത് ബട്ട് ദിസ് ഓർഡർ മേ ഓൾസോ ബി റിസർവ്ഡ്. ഇത് വിപരീതമായിട്ട് വരുന്ന അറിയാം. നമ്മളൊരു ബുക്കിലുണ്ട് കേട്ടാ, നിങ്ങൾക്ക് എത്തിയിട്ടില്ല. അതെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വായിമുൻ അന്ത, ആർ യു എ ഫാസ്റ്റിംഗ്? നീ ഒരു നോമ്പുകാരനാണോ? ഇങ്ങനെ വരുമ്പോ ഇത് തിരിച്ചു വരും. ഇങ്ങനെ വരുമ്പോഴാണ്, ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോഴാണ് ഖബർ മുന്നിൽ കയറി വരും. ഖബർ മുന്നിൽ കയറി വരും. അപ്പൊ അതൊന്ന് ഓർക്കണം കേട്ടാ. സോമ നോമ്പ് നോറ്റു അല്ലെ? സ്വായിബുൽ ഇസ്മു ഫായിലാണ് അല്ലെ? സോമ യസൂമു. മുബ്തദ മിക്കവാറും, മോസ്റ്റ് ഓഫ് ദ ടൈം മുബ്തദ മിക്കവാറും മഅരിഫ ആയിരിക്കും. ഖബർ നക്കിറ ആയിരിക്കും. അപ്പോഴാണ് അതിന്റെ കറസ്പോണ്ടന്റ് ക്ലിയർ ആവുക. അൻത ഒരിക്കലും തന്നെ ഖബർ ആവൂലല്ലോ. നീ നോമ്പുകാരനാണോ എന്ന് ചോദിക്കുമ്പോ ഇല്ല. ഇതിൽ ആരെ കുറിച്ചാ പറയുന്നത്? നിന്നെ കുറിച്ചിട്ടാണ്. നോമ്പുകാരനാണ് അതിന്റെ ഖബർ. പിന്നെ അങ്ങനെയാണ് റൂള്. അതായത് ഈ ഹംസത്തുൽ ഇസ്തിഫാം നോർമലി മുബ്തദ പ്രൊസീഡ്സ് ദ ഖബർ. നോർമലി മുബ്തദ മുന്നിലാണ് വരിക. എന്നാൽ ഈ ഓർഡർ തെറ്റുന്നത് ഇങ്ങനെ വരുമ്പോഴാണ്. ഇവിടെ ഒരെണ്ണം കൊടുത്തില്ല, മുദരിസുൻ അൻത, നീ ഒരു അധ്യാപകനാണോ എന്ന് ചോദിക്കുമ്പോൾ ഖബർ കയറി വരുന്നാണ് പറയുന്നത്. ഏത് തരം ക്രിയയാണ്? സ്വായിമുൻ. സോമന്റെ ഇസ്മു ഫായിലാണ് സ്വായിമുൻ എന്നത്. അതിന്റെ അസ്ല് എന്താണ്? സോമന്റെ അസ്ല് എന്താ? സോമ അലിഫിന്റെ അസ്ല് എന്താ? നമ്മൾ മുലാരിന്ന് പിടിച്ചേ വാവാണ്. അപ്പൊ എങ്ങനെ പറയാ? സ്വാവാമ. അതെ, സ്വാവാമ അല്ലെ? സ്വാവാമ. ഇനി ഫായിലുണ്ടാക്കിയേ സ്വാവിമുൻ. പിന്നെയാണ് നമ്മള് വാവ് ഒക്കെ ഹംസയായി മാറിയത് അല്ലെ? അപ്പൊ അസ്ല് പറയുമ്പോ സ്വാവിമുൻ ട്ടാ. അപ്പൊ സോമ യസൂം, അത് അസ്ല് പറയുമ്പോ അതിന്റെ സ്വായിമുന്റെ അസ്ല് സ്വാവിമുൻ. ഇവിടെ ആദ്യം പറഞ്ഞ അസ്ല് പറയാൻ പറഞ്ഞു, സ്വായിമുന്റെ അസ്ല് സ്വാവിമുൻ. പിന്നെ അതിന്റെ ഫിഅല് പറയാൻ പറഞ്ഞു സോമ യസൂമു അല്ലെ? പിന്നെ പറഞ്ഞത് ഏത് തരം ക്രിയയാണ് ഇത്? ഏത് തരം ക്രിയയാണ്? അൽ അജ്വഫുൽ
വാവി. വാവി വാവാണ് അല്ലെ നടുവിൽ വരുന്നത്. അലിഫിന്റെ അസ്ല് വാവല്ലേ. അൽ അജ്വഫുൽ വാവി ട്ടാ. അടുത്തത് നോക്കൂ. ഒഹിബൽ ലഹ്മൽ മഷ്വിയ വൽ ബൈലൽ മഖലിയ. ഒഹിബു ഞാൻ ഇഷ്ടപ്പെടുന്നു. അൽ ലഹ്മൽ മഷ്വിയ ഗ്രിൽഡ് മീറ്റ്. ഐ ലവ് ഗ്രിൽഡ് മീറ്റ് വബൈലൽ മഖലിയ ആൻഡ് ഫ്രൈഡ് എഗ്. ഞാൻ ചുട്ട ഇറച്ചിയും പൊരിച്ച മുട്ടയും ഇഷ്ടപ്പെടുന്നു. കറക്റ്റ് ആയില്ലേ? ചുട്ട ഇറച്ചിയും പൊരിച്ച മുട്ടയും ഇഷ്ടപ്പെടുന്നു. ഇവിടെ ഒഹിബു ഞാൻ ഇഷ്ടപ്പെടുന്നു. ഒഹിബു ഏതാ ക്രിയ? അഹബ്ബ. ഫോം ഏതാ? 1 2 3 4 അല്ലെ. അഫ്അല ഫോർമാറ്റിൽ വരും അല്ലെ. അഫ്അലയിലാണ് അഹബ്ബ വരുന്നത് അല്ലെ. അഫ്അലയിലാണ് വരുന്നത് അല്ലെ. ശരി, അതന്നെയാണ് അഫ്അല അഹബ്ബ. അതിന്റെ മുലാരി ആണ് ഉഹിബു. യുഹിബു ഉഹിബു ഞാൻ ഇഷ്ടപ്പെടുന്നു. ഫേലുൻ മുലാരിഉൻ മർഫൂഉൻ ബിളമ്മത്തി വൽ ഫായിലു ദമീറുൻ മുസ്തത്തിറുൻ തഖ്ദീറുഹു അന. അൽ ലഹ്മ എന്നുള്ളതാണ് മഫ്ഊലുൻ ബിഹി മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ ഫതഹത്തു ളാഹിറ. അൽ മഷ്ഫിയ എന്നുള്ളത് നഅത്ത് അല്ലേ, അല്ലെങ്കിൽ സിഫത്ത്. നഅത്തുൻ മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ ഫതഹത്തു ളാഹിറ. വാവ് ഹർഫു അത്ഫിൻ. അൽ ബൈദ മഅതൂഫ് മഅതൂഫുൻ മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ ഫതഹത്തു ളാഹിറ. അൽ മഖലിയ നഅത്തുൻ മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ ഫതഹത്തു ളാഹിറ. ഇവിടെ ഇസ്മുൽ എന്തൊക്കെ കിട്ടിയിട്ടുള്ളത്? ഇസ്മു മഫ്ഊലുകളാണ് കിട്ടിയിട്ടുള്ളത് അല്ലെ. ഇസ്മു മഫ്ഊല് മഷ്വിയ മഖലിയ ഓർമ്മ ഉണ്ടല്ലോ അല്ലെ. മഷ്വിയ അൽ മഷ്വിയ അൽ മഖലിയ. ഇപ്പുറത്തെ പേജിലേക്ക് നോക്കി നോക്കിയേ. ഷവ യഷ്വി ഷുവിയ. ഷവ ഗ്രിൽ ചെയ്തു, യഷ്വി ഗ്രിൽ ചെയ്യുന്നു, ഷുവിയ ഗ്രിൽ ചെയ്യപ്പെട്ടു. ഷുവിയ ട്ടാ. അതിൽ നിന്നാണ് മഷ്വിയുൻ ഉണ്ടായത്. അതിന്റെ ഒറിജിനൽ ഇപ്പുറത്ത് നമ്മൾ എഴുതിയിട്ടുണ്ടായിരിക്കും മഷ്വൂയുൻ. മഷ്വൂയുൻ എഴുതിയിട്ടുണ്ടല്ലോ അല്ലെ. 13ാമത്തെ എക്സസൈസിൽ എഴുതിയിട്ടുണ്ട് കേട്ടാ. അടുത്തത് ഖല എന്ന് പറഞ്ഞാൽ ഫ്രൈ ചെയ്തു. യഖ്ലി ഫ്രൈ ചെയ്യുന്നു. അതിന്റെ മജ്ഹൂല് കുലിയ. കുലിയയിൽ നിന്നാണ് മഖ്ലിയുൻ എന്നുണ്ടായത്. അതിന്റെ അസ്ല് മഖ്ലൂയുൻ എന്നാണ്. അത് ഏത് ക്രിയയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്? അൽ ഫിഅലു നാഖിസുൽ യാഇയു. അൽ ഫിഅലു നാഖിസുൽ യാഇയു ട്ടാ. ക്ലിയർ അല്ലേ? നമ്മളെ തൊട്ട് മുന്നത്തെ പേജിലുണ്ട് കേട്ടോ. ശരി, അടുത്തത് അദ്ദാലു അലൽ ഖൈരി കഫാഇലിഹി. അദ്ദാലു അലൽ ഖൈരി കഫാഇലിഹി. നന്മ അറിയിച്ചു കൊടുക്കുന്നവൻ. നന്മ അറിയിച്ചു കൊടുക്കുന്നവൻ അത് ചെയ്യുന്നവനെ പോലെയാണ്. The one who gets to good is like one who does it. നന്മ അറിയിച്ചു കൊടുക്കുന്നവൻ അത് ചെയ്യുന്നവനെ പോലെ ആണ്. ഇവിടെ അദ്ദാലു മുബ്തദഅ മർഫൂഉൻ അലാമത്തു റഫ്ഇഹി അൽ ദമ്മത്തു ളാഹിറ. അല ഹർഫു ജറിൻ മബനിയുൻ അല സുകൂനി. അൽ ഖൈരി ഇസ്മുൻ മജ്റൂറുൻ അലാമത്തു ജറിഹി അൽ കസ്റത്തു ളാഹിറ. അലൽ ഖൈരി ജാറുൻ വ മജ്റൂറുൻ. മുതഅല്ലിഖാണ് ട്ടാ. അൽ കാഫു ഹർഫു ജറിൻ മബനിയുൻ അലൽ ഫതഹി. ഫാഇലി ഇസ്മുൻ മജ്റൂറുൻ അലാമത്തു ജറിഹി അൽ കസ്റത്തു ളാഹിറ വ ഹുവ മുളാഫ്. ഹി ضمير متصل مبني على الكسر في محل جر مضاف إليه. അപ്പോൾ ഇവിടെ ഖബർ വരുന്നത് കഫാഇലി എന്നുള്ളതാണ് ഖബർ ട്ടാ. ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല. ഖബർ വരുന്നത് കഫാഇലി. കഫാഇലി അതാണ് ഖബർ ട്ടാ. ഓക്കെ. ഇനി ഇതില് അദ്ദാലു. അദ്ദാലു എന്നുള്ളത് അതല്ല ഇസ്മു ഫായിൽ വരുന്നത്. പിന്നെ ഫായിലും വരുന്നുണ്ട് അല്ലെ. 2 ഇസ്മു ഫായിൽ വരുന്നുണ്ട്. അദ്ദാലു ദല്ല. ദല്ല എന്നുള്ളത് ഏതാ? ദല്ല. ദല്ല അതിൽ നിന്നാണ് ദാൽ ഉണ്ടായിട്ടുള്ളത്. അദ്ദാലു അതിന്റെ ഇസ്മു ഫായിലാണ്. ശരിക്കും അതിന്റെ അസ്ല് ദാലിലുൻ എന്നാണ് അല്ലെ. ദാലിലുൻ. ഫായിലുൻ എന്ന രൂപത്തിൽ വരുമ്പോ ദാലിലുൻ എന്നാണ് അത് വരേണ്ടത് ട്ടാ. ദാലിലുൻ അസ്ല് ദാലിലുൻ. ഇസ്മു ഫായിൽ എങ്ങനെയാ? ദാലുൻ അല്ലെ. ദാലു ഇസ്മു ഫായിലൂടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതിന്റെ അസ്ല്
ദാലിലുൻ ദാലിലുൻ. ക്രിയ ഏതാ? ദല്ല. ഏതിലാ പെടുന്നത്? മുളഅഫ്. ഇനി ഫായിലി, അത് നോക്കാം. ഫായിലുൻ ആണത്. അതിന്റെ അസ്ല് പ്രത്യേകിച്ചൊന്നുമില്ല. ഫായിലും തന്നെയാണ്. ഫഅലയാണ് അതിന്റെ ക്രിയ. പിന്നെ സ്വഹീഹാണ് കേട്ടാ. അപ്പൊ അത് മജ്ഹൂലാക്കേണ്ട കാര്യമില്ല. മഫ്ഊലുൻ ബിഹി ആകും. മഫ്ഊലുൻ ബിഹി അല്ല, അഫ്വൻ ഏതായിരുന്നു? ഇസ്മു മഫ്ഊലാക്കുമ്പോഴാണ് നമ്മൾ മജ്ഹൂലിലേക്ക് കൊണ്ടുപോകേണ്ടത്. ഇത് രണ്ടും ഇസ്മു ഫായിലാണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് മഅറൂഫ് അഥവാ സാധാരണ ക്രിയയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ. അടുത്തത് ഖാലത്ത് ലീ ഉമ്മി, എന്റെ ഉമ്മ എന്നോട് പറഞ്ഞു. മലാബിസുക മഗ്സൂലത്തുൻ വ മക്വിയത്തുൻ. എന്റെ ഉമ്മ എന്നോട് എന്താ പറഞ്ഞു? യുവർ ഡ്രസ് ആർ വാഷ്ഡ് ആൻഡ് അയേൺഡ്. നിന്റെ വസ്ത്രങ്ങൾ അലക്കപ്പെട്ടതും ഇസ്തിരിയിടപ്പെട്ടതും ആകുന്നു. ഖാലത്ത് ഫിഅലുൻ മാളിൻ മബനിയുൻ അലൽ ഫതഹി അത്താഉ തഅനീസ് ലി ജാറുൻ വ മജ്റൂറുൻ ഉമ്മി ഫായിലുൻ മർഫൂഉൻ അലാമത്തുർ റഫ്ഇഹി അൽദമ്മത്തുൽ മുഖദ്ദറത്തു അലാ മാ ഖബ്ല യാഇൽ മുതകല്ലിമി അൽ യാഉൽ മുതകല്ലിം ضمير متصل مبني على السكون في محل جر مضاف إليه. ملابس مبتدأ مرفوع علامة رفعه الضمة الظاهرة. الكاف ضمير متصل مبني على الفتح في محل جر مضاف إليه. مبتدأ مضاف إليه. مسؤولة لدى خبر مرفوع علامة رفعه الضمة الظاهرة. واو حرف العطف مقوية معطوف مرفوع علامة رفعه الضمة الظاهرة. ഇവിടെ ഗസല യഗ്സിലു. ഗസല കഴുകി, യഗ്സിലു കഴുകുന്നു. അതിന്റെ മജ്ഹൂലാക്കുമ്പോൾ ഗുസില കഴുകപ്പെട്ടു. ഗുസില കഴുകപ്പെട്ടു. അതിൽ നിന്നാണ് എന്തുണ്ടായത്? മഗ്സൂലുൻ എന്നുണ്ടായത്. അതിന്റെ ഫെമിനിൻ രൂപമാണ് മഗ്സൂലത്തുൻ. ഗസല അത് സ്വഹീഹാണ് അല്ലേ? സ്വഹീഹാണ്. അതിന്റെ ഇസ്മു മഫൂലാണ് കേട്ടോ മഗ്സൂലത്തുൻ. അതിന് ഇനി അസ്ലൊന്നുമില്ല കേട്ടോ, സ്വഹീഹാണല്ലോ. അടുത്തത് കവ, അയൺ ചെയ്തു. കവ മഗ്സൂലത്തുൻ. ഗസല മലാബിസു മുബ്തദഅ വഹുവ മുളാഫ് കമുളാഫിൻ ഇലൈഹി. മഗ്സൂലത്തുൻ ഖബർ. വാവ് ഹർഫുൽ അത്ഫ് മക്വിയത്തുൻ മഅതൂഫ്. ഇതില് മഗ്സൂലത്തുൻ എന്നത് ഇസ്മു മഫ്ഊലാണ്. ഓക്കെ. അത് ഉണ്ടായിട്ടുള്ളത് ഗസല എന്ന ക്രിയ. ഗസല യഗ്സിലു. ഗസല കഴുകി, യഗ്സിലു അവൻ കഴുകുന്നു. അതിന്റെ മജ്ഹൂലിൽ നിന്നാണ് ഇസ്മു മഫ്ഊൽ ഉണ്ടാകുന്നത്. ഗുസില കഴുകപ്പെട്ടു. കഴുകപ്പെട്ട വസ്തുവാണ് മഗ്സൂലത്തുൻ. അപ്പൊ ഗുസിലയിൽ നിന്നാണ് അത് ഉണ്ടായിട്ടുള്ളത് ക്രിയ. അതിന് പിന്നെ അസ്ല് ഒന്നുമില്ല, സെയിം തന്നെയാണ്. കാരണം ഇത് സ്വഹീഹായ ഫിഅലാണ്. അതുകൊണ്ട് തന്നെ അവിടെ അസ്ല് വേറെ അതിന്റെ ആവശ്യമില്ല കേട്ടോ. പിന്നെ അടുത്തത് പറയുന്നത് മക്വിയത്തുൻ അല്ലെ. മക്വിയത്തുൻ അയൺ ചെയ്യപ്പെട്ടത്. കവ തേച്ചു, യക്വി തേക്കുന്നു. കവന്റെ മജ്ഹൂല് കുവിയ. അതിൽ നിന്നാണ്. കുവിയ എന്ന് പറഞ്ഞാൽ അയൺ ചെയ്യപ്പെടുന്നു അല്ല, ചെയ്യപ്പെട്ടു. അയൺ ചെയ്യപ്പെട്ട വസ്തുവിനെയാണ് മക്വിയത്തുൻ എന്ന് പറയുന്നത്. ഇനി മക്വിയത്തുൻ അവിടെ ഇനി എന്താ നോക്കേണ്ടതില്? ഇതൊക്കെ നോക്കാൻ പറഞ്ഞത് ഫിഅല് പറഞ്ഞു. മക്വിയത്തിന്റെ ഒറിജിൻ അതിപ്പുറത്തുണ്ട് കേട്ടാ. മക്വൂയുൻ ആണ് അതിന്റെ അസ്ല്. മക്വൂയുൻ ആണ് കേട്ടാ. 2 വാവ് അടുത്ത് വന്നപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഒന്നാമത്തതിന് 2 വാവ് അല്ലെ. മക്വൂയുൻ എന്ന് പറഞ്ഞപ്പോ ഇതൊക്കെ ഓർക്കുക കേട്ടാ. മക്വൂയിൻ എന്ന് പറഞ്ഞാല് വാവ് യാ ഒരു ഇതിൽ വന്നു. എന്നിട്ട് ഒന്നാമത്തേതിന് സുക്കൂനായപ്പോ എന്ത് ചെയ്തു? വാവ് യാ ആക്കി മാറ്റി മറിച്ചു. പിന്നെ ഇത് ചെയ്തു എന്നൊക്കെയാണ് കേട്ടാ മക്വൂയുൻ. ഇത് വരുന്നത് ഏതൊക്കെ തരം ക്രിയയാണ്? ഖവ, യഖ്വി, അൽ ഫിഅലുൻ നാഖിസുൽ യാ. ശരി. അടുത്തത്
റജഅത് ഇവിടെ റജഅത് ആയിഷത്തു മിനത് ത്വായിഫി ഫിൽ ഉസ്ബുഇൽ മാദി. റജഅത് മടങ്ങി. ആയിഷ മടങ്ങി. ആയിഷ റിട്ടേൺ ഫ്രം ത്വായിഫ് ദ ലാസ്റ്റ് വീക്ക്. ആയിഷ ത്വായിഫിൽ നിന്നും കഴിഞ്ഞ ആഴ്ച മടങ്ങി എന്നല്ല പറ, തിരിച്ചു വന്നു എന്നാ, തിരിച്ചു വന്നു, റിട്ടേൺ, തിരിച്ചു വന്നു എന്ന് പറയാം അല്ലെ. മടങ്ങി വന്നു, മടങ്ങി വന്നു, യെസ് മടങ്ങി വന്നു കേട്ടാ. റജഅത് ഫിഅലുൻ മാലിൻ മബനിയുൻ അലൽ ഫതഹി അത്താഉ തഅനീസു സാകിന ആയിഷത്തു ഫാഇലുൻ മർഫൂഉൻ അലാമത്തു റഫ്ഇഹി അൽദമ്മത്തു ളാഹിറ മിൻ ഹർഫു ജറിൻ മബനിയുൻ അല സുകൂനി അത്തായിഫി ഇസ്മുൻ മജ്റൂറുൻ മിൻ അത്തായിഫി ജാറുൻ വ മജ്റൂറുൻ മുതഅല്ലിഖുൻ ബിൽ ഫിഅലി ഫി ഹർഫു ജറിൻ മബനിയുൻ അല സുകൂനി അൽ ഉസ്ബൂഇ ഇസ്മുൻ മജ്റൂറുൻ അലാമത്തു ജറിഹി അൽ കസ്റത്തു ളാഹിറ ഫിൽ ഉസ്ബൂഇ ജാറുൻ വ മജ്റൂറുൻ അൽ മാദി. അൽ മാലി എന്നുള്ളത് നഅത്ത് അല്ലേ, അതെ, നഅത്തുൻ മജ്റൂറുൻ അലാമത്തു ജർഹി അൽ കസ്റത്തു ളാഹിറ. ഇനി ഇതിൽ ഇസ്മു ഫായിൽ വരുന്നത് ആയിഷത്തു. ആയിഷത്തു അതാണ് ഇസ്മു ഫായിൽ വരുന്നത്. ഏത് ക്രിയ? ആശ ജീവിച്ചു, ആശ യഈഷു, അതിന്റെ ഇസ്മു ഫായിൽ ആയിഷുൻ, അതിന്റെ ഫെമിനിൻ ജെൻഡർ ആണ് ആയിഷത്തുൻ ജീവിക്കുന്നവൾ. അത് ശരിക്കും അതിന്റെ അസ്ല എന്തായിരുന്നു? ആയിഷത്തുൻ എന്നാണ്. ഹംസ ആയിരുന്നില്ല, യാ ആയിരുന്നു അതിന്റെ അസ്ല കേട്ടാ. ആയിഷത്തുൻ. മുൻപ് നമ്മൾ അജുവഫിന്റെ ഭാഗം എടുത്തു കൊടുത്തൊന്ന് നോക്കിയാൽ മതി കേട്ടാ, മനസ്സിലാകുകയും. ആയിഷത്തുൻ. ആശ ഏതായിരുന്നു? അജുവഫുൽ ആശ യഈഷു. അജുവഫുൽ യാഇ അല്ലേ? അജുവഫുൽ യാഇ ആണ്. ഇനി ത്വായിഫുൻ ഉണ്ട് അല്ലേ? ത്വായിഫുൻ ഏതാ? തോഫ. തോഫ തോഫ അപ്പൊ അതിനാണ് തോയിഫിനുണ്ടായത്. അപ്പൊ തോഫ യത്തൂഫു വരുമ്പോ തവഫ അല്ലേ? അപ്പൊ അതിന്റെ അസല് തോവിഫുൻ എന്നാണ് കേട്ടാ. തോവിഫുൻ അസല് എങ്ങനെ? തോവിഫുൻ ആണ് അതിന്റെ അസല്. അത് ആ വാവു മാറിയിട്ട് ഹംസ ആയതാണ്, തോയിഫുൻ ആയതാണ് കേട്ടാ. അത് അജുവഫുൽ തായിഫുൻ അജ്വഫുൽ വാബി. വാബി. ഇനിയുള്ളത് അൽ മാലി അല്ലെ, കഴിഞ്ഞു പോയവൻ എന്നാണ് കേട്ടാ. അതും ഇസ്മു ഫായിലാണ് കേട്ടാ. ക്രിയ മല. മല 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 എംലി അല്ലെ തോന്നുന്നുണ്ട്. മലയാണ് കേട്ടാ. അതിൽ നിന്നാണ് എന്തുണ്ടായത്? മാലിൻ അല്ലെ, അതിൽ നിന്ന് അൽ മാലി വന്നത് കേട്ടാ. മാലിൻ. മാലി എന്നുള്ളത് എന്താ? എന്ന് തോന്നുന്നുണ്ട്. അജ്വഫുൽ സോറി നാഖിസുൽ യാഇ. മാലി മല യംലി നാഖിസുൽ യാഇ ട്ടാ. നാഖിസുൽ യാഇ. പിന്നെ പറഞ്ഞില്ലേ മാലി, പിന്നെ അൽ മാലി. അങ്ങനെയാണല്ലോ അതിന്റെ അസ്ലി കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇതില് ആ ചാർട്ടിലൊന്ന് നോക്കിയാൽ മതി ട്ടാ. അടുത്തത് ലാ തഖഫ് ഫഇന്ന സിർറക മസൂനുൻ. സോന നമ്മൾ പഠിച്ചില്ലേ, തൊട്ട് മുന്നത്തെ പേജിൽ പഠിച്ചില്ലേ? സോന എന്തായിരുന്നു? പ്രൊട്ടക്റ്റഡ് എന്നുള്ള ഒരു അർത്ഥല്ലേ? ഹഫില വഖ എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ സോന. അപ്പൊ ലാ തഖഫ്, നീ ഭയപ്പെടേണ്ട. ഫഇന്ന സിർറക, തീർച്ചയായും നിന്റെ രഹസ്യം, മസൂനുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടത്, സംരക്ഷിക്കപ്പെട്ടതാണ്. ഡോണ്ട് ഫിയർ അല്ലെങ്കിൽ ഡോണ്ട് ബി അഫ്രൈഡ്, യുവർ സീക്രട്ട് സേഫ്. നിന്റെ അതായത് യുവർ സീക്രട്ട് സേഫ് വിത്ത് മീ എന്നർത്ഥം. നിന്റെ സീക്രട്ട് എൻ്റെ അടുത്ത് സേഫ് ആണെന്ന് പറയില്ല. നീ പേടിക്കണ്ട, ഞാൻ ആരോടും പറയില്ല എന്നൊക്കെ പറയില്ലേ. ഓക്കെ. ഇൻഡീഡ് യുവർ സീക്രട്ട്, തീർച്ചയായിട്ടും നിന്റെ രഹസ്യം സുരക്ഷിതമാണ്. അതാണ് കറക്റ്റ്. സുരക്ഷിതമാണ്, സംരക്ഷിക്കപ്പെട്ടതാണ്, സുരക്ഷിതമാണ്. ലാ ഹർഫു നാഹിയ. ഹർഫു നാഹിയ ട്ടാ. മബനീൻ അല സുകൂൻ. തഖഫ്. തഖഫ് എന്ന് പറഞ്ഞാൽ ഫിഅലുൻ മുളാരിഉൻ മജ്സൂമുൻ ബിസുകൂനി, സുകൂൻ കൊണ്ട് ജസ്മു ചെയ്തു. നാഹിയ വന്നാൽ അങ്ങനെയാണല്ലോ. ഫിഅലുൻ മുളാരിഉൻ മജ്സൂമുൻ ബിസുകൂനി വൽ ഫായിലു ദമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു അൻത, നീ ഭയപ്പെടണ്ട. ഫ ഹർഫു അത്ഫ്, ഇന്ന ഹർഫു തൗകീദിൻ വനസ്ബിൻ, സിറ ഇസ്മു ഇന്ന മൻസൂബുൻ വഹുവ മുളാഫ്, അൽ കാഫു ദമീറുൻ മുത്തസിലുൻ മബനിയുൻ അലൽ ഫതഹി ഫി മഹല്ലി ജർറിൻ മുളാഫുൻ ഇലൈഹി, മസൂനുൻ
ഖബറു ഇന്ന മർഫൂഉൻ അലാമത്തു റഫ്ഇഹി അദ്ദമ്മത്തു ളാഹിറ. ഇതില് ഒരെണ്ണം മാത്രമേ ഉള്ളൂ അല്ലെ. മസൂനുൻ സോന ഓർമ്മണ്ടല്ലോ ക്രിയ സോന എന്തായിരുന്നു സോന യസൂനു അല്ലേ. സോന യസൂനു ഇവിടെ കൊടുത്തിട്ടുണ്ട് സോന യസൂനു. അത് മസൂരു എന്ന് പറഞ്ഞാൽ ഇസ്മു മഫ്ഊലാണ്. അപ്പൊ നമ്മൾ അതിന്റെ എന്ത് നോക്കണം, മജ്ഹൂല് നോക്കണം. സോനന്റെ മജ്ഹൂല് സീന അല്ലെ. ഖാല ഖീല എന്ന പോലെ തന്നെ സോന സീന സോന സീന കേട്ടോ. അപ്പോ അത് ഏതിൽ നിന്നുണ്ടായിട്ടുള്ളത്, സീനയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ മസൂനുൻ, മസൂനിന്റെ അസ്ലെന്താ മസൂനുൻ അല്ലേ. മസ്വൂനുൻ ആണ് അതിന്റെ അസ്ല്. മസ്വൂനുൻ ആണ് അസ്ല്. അത് മസൂനുൻ ആയതാണ് കേട്ടാ. അത് ഏതായിരുന്നു സോന എന്നുള്ളത് അജ്വഫുൽ സോന യസൂനു അജ്വഫുൽ വാവിയിലെ. ഇനി അടുത്തത് ഐനൽ മസ്ഊലു അനിൽ ഇംതിഹാനി. ഇവിടെ മസ്ഊൽ എന്ന് പറഞ്ഞാൽ ചോദിക്കപ്പെട്ടവൻ എന്നല്ല, ഉത്തരവാദിത്തപ്പെട്ടവനും മസ്ഊൽ എന്ന് പറയൂ കേട്ടോ. പരീക്ഷയെ സംബന്ധിച്ച് ഉത്തരവാദിത്തപ്പെട്ടവൻ എവിടെയാണ്. പരീക്ഷയെ സംബന്ധിച്ച് ഉത്തരവാദിത്തപ്പെട്ടവൻ എവിടെയാണ്. അതായത് പരീക്ഷന്റെ ഇൻചാർജ് എന്താ പറയുക, ഒരു പേര് പറയില്ലേ, ഇൻവിജിലേറ്റർ എന്നൊക്കെ പറയില്ലേ, അതെവിടെയാണ്. വേർ ഈസ് ദ റെസ്പോൺസിബിൾ പേഴ്സൺ അല്ലെങ്കിൽ ഇൻചാർജ് പേഴ്സൺ ഓഫ് ദിസ് എക്സാം. ദിസ് അല്ല എക്സാം, ദ എക്സാം. ഐന ഐന എന്നുള്ളത് എന്തായിരുന്നു. ഇസ്തിഫാം മബ്നിയ്ൻ അലൽ ഫത്ഹി ഫീ മഹല്ലി അല്ല ഖബർ മുഖദ്ദം. ഖബർ മുഖദ്ദം ആണ് അല്ലെ. അപ്പൊ നമ്മള് ലർഫ് പറയണമെന്നില്ല. ഐന എവിടെ. മസ്ഊലു അനിൽ ഇംതിഹാനി. യെസ്. അൽ മസ്ഊലു മുബ്തദഅ മുബ്തദഅ മുഅഖർ വഹുവ അല്ല മുബ്തദഅ മുഅഖർ. ശരി. അൻ ഹർഫു ജർ അൽ ഇംതിഹാനി ഇസ്മുൻ മജ്റൂർ അനിൽ ഇംതിഹാനി ജാറുൻ വ മജ്റൂർ. സഅല അല്ലേ. സഅല സഅല യസ്അലു അതിന്റെ മജ്ഹൂലാണ് സുഇല. ഓക്കെ. അതിൽ നിന്നാണ് സുഇല ചോദിക്കപ്പെട്ടു. അതിൽ നിന്നാണ് മസ്ഊൽ ഉണ്ടായിട്ടുള്ളത്. ഇസ്മു മഫ്ഊൽ ആണ് കേട്ടാ. സുഇല അൽ മസ്ഊലു. അതിന് അസ്ലൊന്നുമില്ല, സെയിം തന്നെ കേട്ടാ. അടുത്തത് അലാ തസാലു നായിമ. ഹംസ എവിടെ എഴുതണ്ട്? അതിന്റെ ഉള്ളില അല്ലെങ്കിൽ അലിഫ്. സഅല എഴുതുമ്പോ അല്ലെ. സഅല നമ്മൾ എഴുതുമ്പോ അലിഫിന്റെ മുകളിലല്ലേ എഴുതുന്നത്. അലിഫിന്റെ മുകളിലാണ് സഅല എഴുതുന്നത്. ഒരു ചെറുതായിട്ട് ഞാൻ ഇട്ടുതരാം. സാധാരണ ഹംസ നമ്മൾ എഴുതുമ്പോ ഒരു വാക്കിന്റെ തുടക്കത്തിലാണെങ്കിൽ ഹംസന്റെ ചെയറല്ലേ ചോദിക്കണത് ആണല്ലോ. സാധാരണ ഒരു വാചകത്തിന്റെ തുടക്കത്തിലാണെങ്കിൽ നമ്മൾ അലിഫിന്റെ മുകളിലാണ് ഹംസ എഴുതുക. അഹദ ഉമ്മുൻ അല്ലെങ്കിൽ ഈമാനു എന്ന് പറയുമ്പോൾ അലിഫിന്റെ താഴെ എഴുതും. പിന്നെ നമ്മൾ നടുവിലൊക്കെ എഴുതുമ്പോൾ സഅല, അതായത് തൊട്ടു മുൻപുള്ള ലെറ്ററിന് ഹംസന്റെ തൊട്ടു മുൻപുള്ള അക്ഷരത്തിന് ഫതഹയാണെങ്കിൽ ഹംസക്ക് നമ്മൾ അലിഫാണ് ചെയറായിട്ട് കൊടുക്കുക. അതിന്റെ ഉദാഹരണമാണ് സഅല ഖറഅ എന്നൊക്കെ പറയണത്. കണ്ടോ. സഅല സീനിന് ഫതഹ ആയതുകൊണ്ട് ഹംസന്റെ ചെയർ അലിഫ്. ഖറഅ റാഇന് ഫതഹ ആയതുകൊണ്ട് ഹംസന്റെ ചെയർ അലിഫ്. ഓക്കെ അല്ലേ. ഞാൻ നോട്ട് അയച്ചുതരാം കേട്ടോ. ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, നോക്കണം കേട്ടോ. ഗ്രൂപ്പിൽ നോക്കിക്കോളൂ കേട്ടോ. അതായത് നമ്മൾ സാധാരണ ഹംസ എഴുതുമ്പോ ഒന്ന് സൗണ്ട് പ്രശ്നമുള്ള ഒരു മ്യൂട്ട് ആക്കിക്കോളൂ കേട്ടോ. സാധാരണ നമ്മൾ ഹംസ എഴുതുമ്പോ കുർസി എങ്ങനെയാ, ഹംസ തുടക്കത്തിലാണെങ്കിൽ അലിഫിന്റെ മുകളിലോ താഴെയോ ഹംസ വരും. ഓക്കെ. പിന്നെ ഒരു വാചകത്തിന്റെ ഇടയിലൊക്കെ വരുമ്പോൾ തൊട്ടു മുൻപുള്ള അക്ഷരത്തിന് ഫതഹയാണെങ്കിൽ ഹംസ അലിഫാണ് കൊടുക്കുക. എല്ലായ്പ്പോഴും ഇല്ല കേട്ടോ, ചെറിയ എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ അടുത്ത് ഏതൊരു സാലയിലൊക്കെ വായിച്ചു പോയിട്ടുണ്ട്, ഇവിടെ സുയില എവിടെ ഉണ്ടിട്ടും വായിച്ചു പോയിട്ടുണ്ട്. അതാണ്. ഇനി തൊട്ടു മുൻപുള്ള അക്ഷരത്തിന് ലൊമ്മയാണെങ്കിൽ വാവാണ് കൊടുക്കുക. ഹംസന്റെ ഷെയറായിട്ട് മീൻ ഉൻ കണ്ടോ. തൊട്ടു മുൻപുള്ള അക്ഷരത്തിന് കെസറയാണെങ്കിൽ ഹംസന്റെ ചെയർ ബരി ആ കുരി ആ കണ്ടോ. റാക്ക് കെസറ അതുകൊണ്ട് ഹംസന്റെ ചെയർ യാ.
അടുത്തത് തൊട്ടു മുൻപുള്ള അക്ഷരം മദ്ദോ സുക്കൂനോ ആണെങ്കിൽ, മദ്ദക്ഷരമോ സുക്കൂനോ ആണെങ്കിൽ, ഉൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മദ്ദല്ലേ, അല്ലെങ്കിൽ സുക്കൂനാണല്ലോ ഇവിടെ, ഉൻ അങ്ങനെയാണെങ്കിൽ ഹംസക്ക് ചെയറില്ല. ഇത് നോർമൽ കേട്ടാ, ഇത് നോർമലാണ്, ചെറിയൊരു വ്യത്യാസമുള്ളത് നമ്മളിപ്പോൾ അടുത്ത് എവിടെയോ വായിച്ചു, ഞാനത് അന്നേരം പറഞ്ഞതാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. സഅലൻ്റെ എവിടെയോ ഒന്ന് വേറൊരു കുറച്ച് വ്യത്യസ്തമായിട്ട് വായിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ, ഇത് മനസ്സിലായില്ലേ? ശരി. പിന്നെ ഇനി എന്തായിരുന്നു, ഇവിടെ ഒന്നും കൂടി വായിക്കാണ്ട് അല്ലേ. അലാ തസാലു നായിമൻ, നീ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ, അതായത് ആർ യു സ്റ്റിൽ അസ്ലീപ്, നീ അത് ചെയ്ത് ഓർമ്മയുണ്ടല്ലോ അല്ലെ. ലാ തസാലു നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, നീ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ. ഹംസ ഹർഫുൽ ഇസ്തിഫാം മബനിയുൻ അലൽ ഫതഹി. ശരിക്കും തസാലു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാല യസാലു, അതിൽ നിന്നാണ് തസാലു ഉണ്ടായിട്ടുള്ളത് കേട്ടാ. ഓക്കെ, എന്താ നമ്മള് പറയാ, ഫിയലുൻ മുലാരിഉൻ മർഫൂഉൻ ഫിയലുൻ മുലാരിഉൻ നാഖിസുൻ മർഫൂഉൻ ബിളമ്മത്തി അല്ലെ, നാഖിസുൻ മർഫൂഉൻ ബിളമ്മത്തി. പിന്നെ ഇസ്മുൽ നീ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ എന്നല്ലേ പറഞ്ഞത്. അപ്പോ ഇസ്മുൽ ആ തസാലു എന്തായിരുന്നു, ദമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു അൻത അല്ലെ, അൻത ട്ടാ. സാല യസാലു. നായിമൻ എന്നുള്ളത് എന്താ, ഖബറു ലാ തസാലു, കാനന്റെ മൻസൂബായില്ലേ, ഖബറു ലാ തസാലു അല്ലെ, ഖബറു ലാ തസാലു. ഖും നീ എഴുന്നേൽക്ക്, ഖും എന്ന് പറഞ്ഞാൽ വേക്കപ്പ്, നീ എഴുന്നേൽക്ക്, ഗെറ്റപ്പ്. ഇവിടെ ഖും എന്നുള്ളത് എന്താണ്, ഫിഅലുൻ അംറുൻ മബനിയുൻ മബനിയുൻ അല സുകൂനി ലാ മഹല്ല ലഹു മിനൽ ഇറാബി. വൽ ഫായിലു ദമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു അൻത, നീ എഴുന്നേൽക്ക്. ഫഖദ്, ഫ എന്താ, ഹർഫു അത്ഫ് അല്ലെ. ഖദ് എന്തായിരുന്നു, ഖദ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ ഖദ്, തീർച്ചയായും നമുക്ക് അതിന്റെ പേര് ഞാൻ പറഞ്ഞു, നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാ, ഹർഫു ഖദ്, യെസ് ഹർഫു തഹ്ഖീഖ്, കറക്റ്റ് ആണ് കേട്ടാ, ഹർഫു തഹ്ഖീഖ്, ഹർഫു തഹ്ഖീഖ് ആണ് കേട്ടാ. തഹ്ഖീഖ് തീർച്ചയായും എന്നൊക്കെ അർത്ഥം കിട്ടുന്നു, ഹർഫു തഹ്ഖീഖ്. ഞാൻ തെറ്റി പറഞ്ഞോ, തഹ്ഖീഖ് എന്നല്ലേ, ഹർഫു തഹ്ഖീഖ് കേട്ടോ, ഒരു മിനിറ്റ്. ഹർഫു തഹ്ഖീഖ് മബ്നിയുൻ അല സുകൂനി അല്ലേ, ലാ മഹല്ല ലഹു മിനൽ ഇറാബി. ശരി. ഉദ്ദിന, ഉദ്ദിന ലിൽ അസ്രി, അസർ ബാങ്ക് കൊടുക്കപ്പെട്ടു. ഉദ്ദിന എന്ന് പറഞ്ഞാൽ നൽകപ്പെട്ടു എന്നാണ്, കൊടുക്കപ്പെട്ടു, അദാൻ കൊടുക്കപ്പെട്ടു. ഉദ്ദിന എന്തായിരുന്നു, ഉദ്ദിന ലിൽ അസ്രി, അസറിന് വേണ്ടി ബാങ്ക് കൊടുക്കപ്പെട്ടു എന്ന് പറയാട്ടാ, അസറിന് വേണ്ടി ബാങ്ക് കൊടുക്കപ്പെട്ടു. കത് പറഞ്ഞില്ലേ, ഉദ്ദിന. ഞാൻ കതിന്റെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞത്, കതിന്റെ മാലിന്റെ മുന്നിലാണെങ്കിൽ തഹ്ഖീഖും, മുലാരിന്റെ മുന്നിലാണെങ്കിൽ ഒരു അല്ലെ, ഒരു പക്ഷേ എന്നൊക്കെയുള്ള അർത്ഥവും വരും അല്ലെ, അങ്ങനെയല്ലേ വരുന്നത്. അതെ. അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും കേട്ടോ, ഉദ്ദിന എന്നുള്ളത് എന്താ, ഏതാ ഫേല്, അല്ലെ, ഫോം 2 ട്ടാ. അദ്ദന യുഅദ്ദിനു, അദ്ദന യുഅദ്ദിനു തഅദീൻ, മുഅദ്ദിൻ, ഉദ്ദിന നൽകപ്പെട്ടു. അപ്പൊ ഇത് എന്തായിരുന്നു, ഫിഅലുൻ മാലിൻ മബനിയുൽ ലിൽ മജ്ഹൂലി, കറക്റ്റ് ആയി അല്ലേ, ഇപ്പൊ കറക്റ്റ് ആയില്ലേ. മബനിയുൽ ലിൽ മജ്ഹൂലി, അപ്പോഴാണ് കറക്റ്റ് ആയത്, മബനിയുൽ ലിൽ മജ്ഹൂലി. പിന്നെ എന്തായാലും മബനിയുൽ ലിൽ മജ്ഹൂലി എന്താണ്, ഫിഅലുൻ മാലിൻ മബനിയുൻ ലിൽ മജ്ഹൂലി വഹുവ മബനിയുൻ ലിൽ ഫതഹി വന്നായിബു ഫായിലുൻ ദമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു ഹുവ. അല്ലാമു ഹർഫു ജർ അൽ അസ്രി ഇസ്മുൻ മജ്റൂറുൻ ലിൽ അസ്രി ജാറുൻ വ മജ്റൂറുൻ. അപ്പൊ ശരിയായില്ലേ, മബനിയുൻ ലിൽ മജ്ഹൂലി അല്ലെങ്കിൽ ഫിഅലുൻ മാലിൻ മബനിയുൻ അലൽ ഫതഹി വഹുവ മബനിയുൻ ലിൽ മജ്ഹൂലി, അങ്ങനെ ആയാലും കുഴപ്പമില്ല. പിന്നെ
നായിബ് ഫായില് തഖ്ദീർ ഹുവ. ലമീറുൽ മുസ്തതിർ. അപ്പൊ അത് മതി കേട്ടോ, അത്ര മതി. അടുത്ത ഭാഗം ഇൻഷാ അല്ലാഹ് നാളെ എടുക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.